ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 6 റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. ഹൗസിലെല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ പഴയ അവസ്ഥ തന്നെയാണ് വീണ്ടും. പല ചർച്ചകൾ, പല പ്രശ്നങ്ങൾ, അസൂയ, കുശുമ്പ്, പക, സന്തോഷം, സങ്കടം, ആവേശം, താല്പര്യമില്ലായ്മ, നിസ്സംഗത, അങ്ങനെ പലതും ഇപ്പോൾ അവിടെ കാണാം. ആദ്യം അൻസിബ, ഋഷി, അഭിഷേക് ഗാങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് പോകാം. അർജുൻ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു എന്നാണ് അൻസിബ പറയുന്നത്. ശ്രീധുവിൻ്റെ അമ്മ അന്ന് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അൻസിബ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് രാത്രി ശ്രീധുവിന് ഉറക്കം കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ചൂട് പാല് കുടിച്ചാൽ മതി എന്ന് അൻസിബ പറഞ്ഞിരുന്നു. ഇന്ന് ചൂട് പാലിൻ്റെ കാര്യം പറഞ്ഞ അൻസിബയെ അർജുൻ ഒന്ന് വാരി. നല്ല കുട്ടി പരിപാടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അൻസിബയ്ക്ക് ഒന്നും പിടിക്കില്ലല്ലോ. സോ നേരിട്ട് അൻസിബയുടെ അടുത്ത് ആ ഡയലോഗ് അടിച്ചിട്ട് പോലും അൻസിബ പറയുന്നത് ബാക്ക് സ്റ്റാബ് ആണെന്നാണ്. പിന്നെ അറിയാലോ, പക ടീംസിൻ്റെ ഒരു രീതി, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒട്ടൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷിയുടെ കരച്ചിലാണ്. പാവം ഋഷി, അവന് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അൻസിബയെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ് ഋഷിയുടെ പ്രശ്നം. പലരും പല കാര്യങ്ങളും പറയുന്നതിൽ നിന്ന് ഋഷിക്ക് അങ്ങനെ തോന്നിയെന്നാണ് പറഞ്ഞത്. ഇവൻ എന്തിനാണ് ഇത്രയും കരയുന്നതെന്ന് അൻസിബയ്ക്ക് നൈസായിട്ടൊരു അങ്കലാപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരയിടുന്ന പോലെ നീ എൻ്റെ അനിയനെ പോലെയാണെന്ന് അൻസിബ പറയുന്നുണ്ട്. ഋഷിക്ക് കപ്പൊന്നും ഒരു പ്രശ്നമല്ല, അൻസിബയാണ് പ്രധാനം എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇതേപോലൊരു ഡയലോഗ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. പണ്ട് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത്, ജാസ്മിൻ, എനിക്ക് മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നീയാണ് ജാസ്മിൻ. ആ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. പിന്നീട് അഭിഷേക് വരുന്നുണ്ട്, ഋഷിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ സങ്കടപ്പെടുന്ന ഋഷിയോട്, നിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, നീ ടോപ്പ് 5 വരെ എത്തി, നീ ഒരു സംഭവമാണെന്നെല്ലാം അഭിഷേകും അൻസിബയും മാറി പറയുന്നുണ്ട്. പിന്നെ ഋഷി പറയുന്നത്, കപ്പ് എനിക്ക് വേണ്ട, അൻസിബ കൂടെ ഉണ്ടായാൽ മതി എന്നാണ്. ഇങ്ങനെയുള്ള ഓരോ വിശേഷങ്ങളാണ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്